ഒരു ചീങ്കണ്ണി വെയിലൊക്കെ കൊണ്ട് കിടക്കുന്നത് നോക്കി മീനൊക്കെ കഴിച്ച ആൾ വിശ്രമിക്കുമെന്ന് തോന്നുന്നു. നമ്മളിന്ന് വാഴച്ചാൽ ട്രക്കിങ്ങിനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഏഴാറ്റുമുഖം വഴിയാണ് പോകുന്നത്. രാവിലെ ആയതുകൊണ്ട് ആനയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം എണ്ണപ്പനത്തോട്ടത്തിലേക്ക് ആന നിൽപ്പുണ്ടോ എന്നറിയാനായിട്ട് ടോർച്ചൊക്കെ അടിച്ചു നോക്കി 2 വാച്ചർമാർ മുന്നേ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു വഴിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും വയലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആന നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ കാണാൻ പറ്റും. കാട്ടിലേക്ക് കയറിയിട്ട് നമ്മൾ ആദ്യം കാണുന്നത് ഈ ഒരു കാട്ടുകോഴിയാണ് കേട്ടോ. ഒരു പൂവനാണ്. അവൻ റോഡ് ക്രോസ് ചെയ്ത് ഓടി ഈ പുൽക്കാട്ടിലേക്ക് കയറിട്ടോ. പിന്നത്തെ നമ്മുടെ സൈറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു 3 മയിലാണ്. ഒരാണും 2 പെണ്ണുമാണ് കേട്ടോ. ആൺമയിലിൻ്റെ പീലിയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടുണ്ടായി വരുന്നതേ ഉള്ളൂ. അവൻ ആ ഉള്ള പീലിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പെൺമയിലുകളെ ആകർഷിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ അവരിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവർ ഓടിപ്പോയിട്ടോ. അത് കണ്ടപാടെ അവനും പതുക്കെ ആ ഒരു പുറകെ അങ്ങ് കയറിപ്പോയി. നമ്മളിതാ വാഴച്ചാൽ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തി കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതി കൊടുക്കണം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നിന്നിട്ട് നമ്മുടെ ട്രക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പെരിങ്ങൽകുത്ത് ഡാമിലെത്തി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ ഒരു സൈഡിലാണ് നമ്മളെ ഇറക്കുന്നത്. നമ്മളിവിടെ ഇറങ്ങിയിട്ട് നമ്മുടെ ട്രക്കിങ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. നമ്മുടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊരു 12 കിലോമീറ്ററാണ് നടക്കാനുള്ളത്. മുന്നേ പോകുന്നത് നമ്മുടെ ഗൈഡ് ചേട്ടന്മാരും പുറകെ നമ്മുടെ മാഡവുമാണ്. മാഡത്തിൻ്റെ പേര് ഷിജി എന്നാണ്. പടം ഊരിയിട്ടാ പെട്ടെന്ന് പോകുന്നില്ല. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു രാജവെമ്പാല പടം പൊഴിച്ചിട്ടിരിക്കുന്നതാണ്. ഒരുപാട് രാജവെമ്പാലകളുള്ള ഒരു കാടാണിത്. നമ്മൾ ഇവിടുത്തെ ട്രക്കിങ്ങിന് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളൊരു നമ്പറുണ്ട്. ആ നമ്പറിൽ വിളിച്ച് പറയുകയും കൂടി ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് പറ്റിയ പോലെ പറ്റും കേട്ടോ. നമ്മളൊരു സൺഡേ ആണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പം നമ്മൾ ഈ ഒരു നമ്പറിൽ വിളിച്ചിട്ട് ആരും എടുക്കുന്നുണ്ടായിരുന്നില്ല. കാരണം സൺഡേ ആയതുകൊണ്ടാവാം ഒരുപക്ഷെ എടുക്കാതിരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആരെങ്കിലും ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നമ്പറിലും കൂടി ഒന്ന് വിളിച്ച് പറയണം. നമ്മൾ 7:30 സ്ലോട്ടാണ് ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ നമ്മളിവിടെ വന്നപ്പോഴേക്കും ആണ് ഇവർ നമ്മുടെ ബുക്കിംഗ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല ട്രക്കിങ്. പിന്നെ അതുപോലെ തന്നെ തലേ ദിവസം ഈ കാടിനുള്ളിൽ താമസിക്കുന്നൊരു ചേട്ടൻ ഈ ഡാമിൽ വീണ് മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടനെ തിരയുന്നതിന് വേണ്ടിയിട്ട് യമഹ പിടിപ്പിച്ച ബോട്ടൊക്കെ ഓടിച്ചിട്ട് ആകെ ഒച്ചയും ബഹളമൊക്കെ ആയിട്ട് ആനിമൽസൊക്കെ തലേ ദിവസം തന്നെ കുറച്ചുകൂടെ കാടിനുള്ളിലേക്ക് കയറിപ്പോയി. ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ കയറിപ്പോയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ആനയെ കാണാനൊന്നും കഴിഞ്ഞില്ല. പക്ഷേ ഈ ഒരു സ്ഥലത്ത് സാധാരണയായിട്ട് ആനയെ കാണാൻ കഴിയുന്നൊരു സ്ഥലമാണ്. അങ്ങ് ദൂരെയായിട്ട് കാണുന്നത് ടണലാണ് കേട്ടോ. പവർ ഹൗസിലേക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വെള്ളം കൊണ്ടുപോകുന്ന ടണലാണ്. ആനകളെ ഒന്നും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ബേഡ്സിനെയൊക്കെ കുറച്ച് കാണാൻ കഴിഞ്ഞു കേട്ടോ. പക്ഷേ അതുപോലെ നമ്മുടെ മലമുഴക്കി വേഴാമ്പൽ കാടിനുള്ളിലിരുന്ന് കരയുന്നത് കേൾക്കാം. പക്ഷെ കാണാൻ കഴിയില്ല നമുക്ക്. വേറെ എവിടെയോ ഇരുന്നാണ് കരയുന്നത്. 1-2 തവണ നമ്മളതിൻ്റെ കരച്ചിൽ കേട്ടായിരുന്നു.
നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു വലിയ മരം, അതിന് പൊതിഞ്ഞ് നിൽക്കുന്ന മറ്റൊരു മരമാണിത്. രാവിലെ ആയതുകൊണ്ട് കിളികളുടെയൊക്കെ നല്ല ശബ്ദമാണ്. പക്ഷെ നമ്മൾ അത് നോക്കിയല്ല പോകുന്നത്. നമ്മളെന്തെങ്കിലും ആനിമൽസിനെയൊക്കെ കാണുന്നുണ്ടോ എന്ന് നോക്കി പോകുന്നതുകൊണ്ട് നമ്മൾ അതൊന്നും ശ്രദ്ധിച്ചില്ല കേട്ടോ. ഈ കാണുന്നത് പുല്ലാനിവള്ളിയാണ്. അപ്പോൾ കാട്ടിൽ പോകുന്നവരൊക്കെ വെള്ളം കിട്ടാതെ വരുന്ന സമയത്ത് ഈ ഒരു പുല്ലാനിവള്ളിയുടെ കമ്പ് രണ്ടറ്റവും ഒരുപോലെ മുറിച്ച് അതിനുള്ളിലെ വെള്ളം കുടിക്കും കേട്ടോ. വെട്ടുമ്പോൾ ഒരേ സമയം തന്നെ വെട്ടണം, ഇല്ലെങ്കിൽ വെള്ളം ഒരു സൈഡിലേക്ക് കയറിപ്പോവും. ഇത് കണ്ടത് പുള്ളിപ്പുലിയുടെ കാൽപ്പാടാണ്. അപ്പോൾ ഇവിടെ ഒരു വെള്ളം ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷേ നല്ല വേനലായതുകൊണ്ട് അതൊക്കെ വറ്റിപ്പോയി. ഇപ്പോൾ വെള്ളം കുറച്ചുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് തെളിഞ്ഞ് കിട്ടിയേനെ. അങ്ങ് ദൂരെയായിട്ടാണ് കേട്ടോ ഒരു ആനയെ നമ്മൾ ഇത്രയും നേരം സഞ്ചരിച്ചിട്ട് കണ്ടത്. ഇപ്പൊ തന്നെ ചെറിയ തൂക്കുകളൊക്കെ ഈ വെയിൽ കാരണം കൊണ്ടേ നമ്മളങ്ങനെ നടന്ന ഒരു വാട്ടർ ബോഡിയുടെ അടുത്തേക്ക് എത്തി. മൊത്തം വറ്റി വരേണ്ട കിടപ്പാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. ക്യാച്ച്മെൻറ്റ് ഏരിയയിലേക്ക് വെള്ളം മുകളിൽ നിന്ന് ഒഴുകി വരുന്നൊരു ചെറിയൊരു ചാലാണിത്. അപ്പോൾ ഇത് ക്രോസ് ചെയ്ത് അപ്പുറത്തെ ഏരിയയാണ് നമ്മൾ പോകുന്നത്. കാട്ടുകുരുമുളകാണോ ചേട്ടാ അത്? ഇവിടെ സാധനം പോസ് ചെയ്തല്ലേ. ഇത്രയും നേരം നമ്മൾ ഒരു നിരപ്പായ സ്ഥലത്തൂടെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇനി അങ്ങോട്ട് കയറ്റം തുടങ്ങുകയാണ്. അതുപോലെ തന്നെ നല്ല ഈറ്റക്കാടുമാണ്. ഈറ്റക്കാടിൻ്റെ നടുക്കൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്.
ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ കറിവേപ്പിൻ്റെ അതേ ഇലകൾ തന്നെ, പക്ഷേ ഇത് കറിവേപ്പല്ല, കരിമരം എന്നാണ് പറയുന്നത്. കയറ്റമെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും ഇറക്കത്തിലേക്കായി കേട്ടോ. അപ്പോൾ ഇറക്കം ഇറങ്ങുമ്പോൾ വളരെ പാടാണ്, കാരണം ഇലയൊക്കെ ഉണങ്ങി കിടന്നിട്ട് നന്നായിട്ട് തെന്നുന്നുണ്ട്. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമ്മൾ തെന്നി വീഴാൻ സാധ്യതയുണ്ട്. ഈ കാല് കിട്ടണം. നമ്മളങ്ങനെ നടന്ന് ഒരു പുഴയുടെ സൈഡിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്നാക്സൊക്കെ കഴിച്ചത്. അതിനുശേഷം നമ്മൾ ദൂരെ നിന്ന് കണ്ട ആനയുടെ അടുത്ത് പോയി കുറച്ച് വിഷ്വൽസ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തങ്കക്കുട്ടൻ ചേട്ടൻ പോയി നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു അവിടെ അടുത്തായിട്ട് തന്നെ ആന നിൽപ്പുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ തങ്കക്കുട്ടൻ ചേട്ടൻ്റെയും ബീച്ചറിൻ്റെയും കൂടെ പോയി നോക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ആനയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീണ്ടും ആദിവട്ടാരം ക്യാമ്പ് ഷെഡിലേക്കുള്ള നമ്മുടെ നടത്തം തുടങ്ങി കേട്ടോ. ആനയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമായ ഈറ്റക്കാടിന് നടുക്കൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു സ്ഥലത്തൊക്കെ കൂടുതലായിട്ടും കാണാൻ സാധ്യതയുള്ളതും ആനയും കരടിയൊക്കെയാണ് കേട്ടോ.
ഈ ഒരു മരത്തിൽ നിന്നാണ് കേട്ടോ കുന്തിരിക്ക എടുക്കുന്നത്. നമ്മൾ നടന്ന് ക്യാമ്പ് ഷെഡിലേക്ക് എത്താറായിട്ടോ. അപ്പോൾ നമ്മൾ പുഴയുടെ അരികത്തൂടെയാണ് പോകുന്നത്. നോക്കിയപ്പോൾ ഒരു പാറപ്പുറത്ത് ചീങ്കണ്ണി കയറി കിടക്കുന്നു. മീനൊക്കെ കഴിച്ചിട്ട് ആൾ അങ്ങനെ വെയിലത്ത് കയറി കിടക്കുവാണ്. അപ്പോൾ ആദ്യം കണ്ടതിനേക്കാളും കുറച്ചുകൂടെ നല്ല വിഷ്വൽസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് നടന്നപ്പോൾ കിട്ടിയതാണ് ഈ ഒരു കാഴ്ച. എന്നാ സൈസ് മരം. ഇത് തേനെടുക്കുന്നതിന് വേണ്ടി കുറ്റിയടിച്ച് നിർത്തിയിരിക്കുന്നൊരു മരമാണ് കേട്ടോ. ഇതിലൊക്കെ തേനുണ്ടെന്ന് അറിയില്ല, അപ്പോൾ അതൊക്കെ പോയിട്ടുള്ളതാണ്. അതെങ്ങാനും വിട്ടുപോകുന്ന നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോൾ ഈ വീട്ടക്കാടിനടിയിൽ തണലത്ത് വെള്ളമൊക്കെ കുടിച്ചിട്ട് വിശ്രമിക്കുമായിരുന്നു കേട്ടോ ഒരു ഒറ്റയാൻ കാട്ടുപോത്ത്. അപ്പോൾ നമ്മളെ കണ്ടുകൊണ്ട് ആദ്യം നമ്മൾ നേർക്ക് വരാൻ തുടങ്ങിയെങ്കിലും പിന്നീട് തിരിഞ്ഞോടി കാടിനുള്ളിലേക്ക് കയറിപ്പോയിട്ടോ. ആദ്യ വട്ടാരം ക്യാമ്പ് ഷെഡ് കിടങ്ങണ്ട. ആന വരായിക്കാനാ. അപ്പോൾ ഈ ഒരു ട്രക്കിങ്ങിൽ നമുക്ക് സ്നാക്സും ലഞ്ചും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതിൽ ലഞ്ച് കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ തുടർന്നുള്ള ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട്. ക്യാമ്പ് ഷെഡിൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു പ്ലാവിൽ മലയണ്ണാൻ വിശ്രമിക്കുന്നത് നോക്കി. അവിടെ കൊറേ മീനുണ്ടോ? കൊറേ മീനുണ്ടോ? പറമ്പിക്കുളത്തേക്ക് ജീപ്പിൽ പോകാറുണ്ടോ? ജീപ്പ് പോകാറുണ്ടോ? ജീപ്പ് പോകും.
നമ്മൾ ആദ്യം കണ്ടൊരു കാട്ടുപോത്ത് നമ്മൾ തിരിച്ചു പോകുന്ന വഴിയിലേക്കാണ് കേട്ടോ ഓടിക്കേറിയിരുന്നത്. അപ്പം നമ്മൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഉള്ള നടത്തത്തിൽ വീണ്ടും നമ്മുടെ വഴിയിലേക്ക് തന്നെ വന്നു കേട്ടോ. എന്താ കർക്കം കായയോ? കക്കം കായ. അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് ക്യാമ്പ് ഷെഡിൽ കുറച്ച് നേരം വിശ്രമിച്ചതിന് ശേഷം വീണ്ടും നടത്തം തുടങ്ങി നമ്മൾ ഈ ഒരു റൂട്ടിലേക്ക് എത്തി. ഇത് കാട് മാർഗം പറമ്പിക്കുളത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ താമസിക്കുന്ന ട്രൈബ്സൊക്കെ അവരുടെ ബന്ധുക്കളുടെ കല്യാണത്തിനും മറ്റ് മരണാവശ്യങ്ങൾക്കൊക്കെ ഈ ഒരു റോഡിലൂടെ ഫോറസ്റ്റിൻ്റെ അനുമതി മേടിച്ചതിന് ശേഷം പോവാറുണ്ട്. ഇത് കണ്ടോ, ഇത് കാടിനുള്ളിൽ വറ്റാത്തൊരു ഉറവയാണ്. നമ്മുടെ ഈ ഒരു വാഴച്ചാൽ ട്രെക്കിങ് നല്ലൊരു ട്രെക്കിംഗ് ആയിരുന്നു കേട്ടോ. കാരണം ചീങ്കണ്ണിയെ കണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് ചീങ്കണ്ണിയെ കാണുന്നത്. അതുപോലെ ആനയെ ദൂരത്താണെങ്കിലും 3-4 പേരെ കാണാൻ പറ്റി. പിന്നെ വേറൊരു കാട്ടിൽ കയറിയിട്ടുള്ള ഒരു ആദ്യത്തെ അനുഭവമായിരുന്നു നമ്മളെ കാട്ടുപോത്ത് പേടിപ്പിച്ചെന്നുള്ളത്. അതും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ശരിക്കും കാട്ടുപോത്തൊക്കെ നമ്മുടെ നേരെ തന്നെയാണ് ഓടി വരുന്നത്. ഇത് ഭാഗ്യം കൊണ്ട് 2 തവണയും അത് കുറച്ച് നേരം നമ്മുടെ നേരെ വന്നിട്ട് തിരിഞ്ഞോടുകയാണ് ചെയ്തത്. ഇതുകൊണ്ട് അപ്പം നമ്മുടെ ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞ് പോരുന്ന വഴിക്ക് കിട്ടിയതാണ് കേട്ടോ ഏഴാറ്റുമുഖം ഗണപതി റോഡ് സൈഡിൽ ഒരു പന മറിച്ചിട്ട് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒരു ലൈക്ക് ഇടാനും മറക്കരുത്. അതുപോലെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.